മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാമത്തെ പർവമായ സൗപ്തിക പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അശ്വത്ഥാമാവ് വാളുമായി പാണ്ഡവരുടെ ശിബിരത്തിനുള്ളിലേക്ക് കടന്നു. ആദ്യം തന്നെ അദ്ദേഹം ദൃഷ്ടദ്യുമ്നൻ കിടന്ന സ്ഥലത്തേക്കാണ് പോയത്. പട്ടുമെത്തയിൽ സുഖമായി കിടന്നുറങ്ങുന്ന പാഞ്ചാലനെ പിടിച്ചു വലിച്ച് താഴത്തിട്ട് ചവിട്ടിയുമിടിച്ചും കൊല്ലാൻ തുടങ്ങി. അദ്ദേഹം ഉണർന്ന് പരിഭ്രാന്തനായി നോക്കുമ്പോൾ അശ്വത്ഥാമാവാണെന്നറിഞ്ഞു. തന്നെ കൊല്ലുമെന്ന് ബോധ്യമാവുകയും ചെയ്തു. അവശനായി കഴിഞ്ഞ അദ്ദേഹം തന്നെ ആയുധം കൊണ്ട് കൊല്ലണമെന്ന് അപേക്ഷിച്ചുവെങ്കിലും അശ്വത്ഥാമാവ് അതിനെ അംഗീകരിച്ചില്ല. ആയുധം കൊണ്ട് കൊന്നാൽ നിനക്ക് പുണ്യലോകം കിട്ടും, ഗുരുദ്രോഹിക്ക് ലോകമില്ല, അവൻ നശിക്കണം എന്ന് പറഞ്ഞ് ഇടിച്ചു തന്നെ അദ്ദേഹത്തെ കൊന്നു. അപ്പോഴേക്ക് ബഹളം കേട്ട് ദൃഷ്ടദ്യുമ്നന്റെ പരിജനങ്ങളും വേറെ പലരും ഉണർന്നു. ഉണർന്നെഴുന്നേറ്റവരെയെല്ലാം ദ്രൗണി വെട്ടിക്കൊല്ലാൻ തുടങ്ങി. ശിബിരത്തിൽ മുഴുവൻ ബഹളമായി. സൈന്യങ്ങളും രാജാക്കന്മാരുമെല്ലാം ഉണർന്നു. ചിലരൊക്കെ ആയുധമെടുത്ത് പാഞ്ഞു വന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. ദ്രോണപുത്രന്റെ വാൾ എല്ലാവരിലും എത്തി. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്ക് ആയിരക്കണക്കിലുള്ള ഭടന്മാരെയും രാജാക്കന്മാരെയും ആനകളെയും കുതിരകളെയും എല്ലാം ദ്രൗണി കൊന്നൊടുക്കി. ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇരുട്ടിൽ കൂടി ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയവരെ വാതിൽക്കൽ വച്ച് കൃപനും കൃതവർമാവും കൊന്നൊടുക്കി. പാഞ്ചാലരും സോമകരും വിരാടരും മറ്റുമായി ആരൊക്കെയുണ്ടായിരുന്നുവോ അവരെയെല്ലാം ഒരാളെപ്പോലും ബാക്കിയാക്കാതെ അശ്വത്ഥാമാവ് കൊന്നൊടുക്കി. അനന്തരം ശിബിരത്തിന്റെ 3 ഭാഗത്ത് തീവയ്ക്കുകയും ചെയ്തു. കുറെ പേർ അഗ്നിയിൽ വെന്തും മരിച്ചു. ഭഗവാനും പാണ്ഡവരും സത്യകിയും മാത്രമാണ് ശിബിരത്തിന് പുറത്ത് മരച്ചുവെട്ടിൽ പോയി കിടന്നിരുന്നത്. അവർ മാത്രം കൊല്ലപ്പെട്ടില്ല. ബാക്കി പാഞ്ചാലി പുത്രന്മാരും ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നനും അടക്കം പാണ്ഡവപക്ഷത്തിലുള്ള എല്ലാവരും ദ്രൗണിയുടെ മഹാസംഹാരത്തിൽ നശിച്ചു. അവിടെ മുഴുവൻ രക്തപ്രവാഹമായി. ശവങ്ങൾ കുന്നുപോലെ അടിഞ്ഞുകൂടുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് രക്തം കൊണ്ട് അഭിഷിക്തനായ അശ്വത്ഥാമാവ് ഒരു രക്ഷസെന്ന പോലെ ഭീകരരൂപിയായി തീർന്നു. എങ്കിലും അദ്ദേഹം കൃതാർത്ഥനായി. സന്തോഷം കൊണ്ടും കൃതാർത്ഥത കൊണ്ടും ആവിഷ്ടനായി ആർത്തി വിളിച്ചുകൊണ്ടാണ് അശ്വത്ഥാമാവ് കൂട്ടുകാരുടെ അടുത്ത് എത്തിച്ചേർന്നത്. അവർക്ക് അത്ര തന്നെ സംതൃപ്തിയുണ്ടോ എന്ന കാര്യം സംശയമാണ്. എങ്കിലും അശ്വത്ഥാമാവിന്റെ മുമ്പിൽ എല്ലാവരും സന്തോഷത്തെ തന്നെയാണ് പ്രകാശിപ്പിച്ചത്. 3 പേരും കൂടി നടന്ന സംഗതികളൊക്കെ പറഞ്ഞ് രസിച്ചുകൊണ്ട് ദുര്യോധനൻ വീണുകിടന്നിരുന്ന സ്ഥലത്തേക്ക് നടന്നു. മഹാരാജാവ് മരിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സന്തോഷ വർത്തമാനത്തെ അദ്ദേഹത്തോട് പറയണമെന്ന് വെമ്പിക്കൊണ്ടാണ് അവർ പോയത്. ഈ സംഗതി ധൃതരാഷ്ട്ര മഹാരാജാവിനും ഇഷ്ടമായി എന്ന് തോന്നത്തക്ക നിലയിൽ ഇത്രയും കഥകൾ കേട്ട അദ്ദേഹം സഞ്ജയനോടൊരു ചോദ്യം ചോദിച്ചു. സഞ്ജയ, ദ്രോണപുത്രൻ ഈ പ്രവൃത്തി ഇതിനു മുമ്പ് ചെയ്യാതിരിക്കാൻ എന്താണ് കാരണം? അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇതിലധികം പ്രയോജനമുണ്ടാകുമായിരുന്നില്ലേ എന്ന്. സഞ്ജയൻ അതിന് മറുപടി പറഞ്ഞു. മഹാരാജാവേ, പാണ്ഡവരും ഭഗവാൻ വാസുദേവനും സത്യകിയും ശിബിരത്തിലില്ലാതിരുന്നതുകൊണ്ടാണ് അശ്വത്ഥാമാവിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചത്. അവരവിടെയുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. യുദ്ധകാലത്തൊക്കെ അവരും ശിബിരത്തിൽ തന്നെ ആയിരുന്നുവല്ലോ താമസിച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത്രയും വലിയ അധർമ്മബുദ്ധി ഇതിനു മുമ്പ് തോന്നാത്തത് കൊണ്ടുമായിരിക്കാമെന്ന്. വീണ്ടും അദ്ദേഹം കഥ പറയാൻ തുടങ്ങുകയും ചെയ്തു. ദുര്യോധനന്റെ അടുക്കലേക്ക് ബന്ധപ്പെട്ട് നീങ്ങിക്കൊണ്ടിരുന്ന അശ്വത്ഥാമാവും കൂട്ടരും ഏതാണ്ട് അടുത്തെത്തി. മഹാരാജാവിന്റെ ദയനീയാവസ്ഥയെ കണ്ടപ്പോൾ അടക്കാൻ കഴിയാത്ത ദുഃഖം കൊണ്ട് പൊട്ടിക്കരയുക തന്നെ ചെയ്തു. ദുര്യോധനൻ മരിച്ചു കഴിഞ്ഞിട്ടില്ല, എങ്കിലും ആസന്ന മൃത്യുവായി കഴിഞ്ഞിരിക്കുന്നു. തുട തല്ലിക്കീറി മുറിഞ്ഞതിലൂടെ രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ വായിൽ കൂടെ രക്തം കക്കിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അവശനായി കഴിഞ്ഞിരിക്കുന്നു. എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ചെന്നായ്ക്കൾ 4 ഭാഗവും വന്ന് നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് കടിക്കാൻ നോക്കുന്നുമുണ്ട്. വളരെ സാഹസപ്പെട്ട് ചെന്നായ്ക്കളെ ആട്ടിയോടിച്ചും അസഖ്യമായ വേദന സഹിച്ചുകൊണ്ട് ആർത്തനായി നിലത്ത് കിടക്കുകയാണ് അദ്ദേഹം. 3 പേരും വേഗത്തിൽ തേരിൽ നിന്ന് ചാടി ചെന്നായ്ക്കളെ ദൂരത്തോടിച്ചു. കൃപനും അശ്വത്ഥാമാവും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പലതും പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞിട്ടും ദ്രോണപുത്രന് ദുഃഖമടക്കാൻ കഴിഞ്ഞില്ല. അവർ 2 പേരും ദുര്യോധനനെ പല പ്രകാരത്തിൽ പ്രീണിപ്പിക്കുകയും സ്തുതിക്കുകയും അവരുടെ നിഷ്കപടമായ ദുഃഖത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്തു. അനന്തരം സ്വർഗത്തിൽ ചെന്നാൽ എല്ലാവരോടും തൻ്റെ പേരിൽ കുശലം പറയണമെന്നും ദ്രോണാചാര്യനോട് ദൃഷ്ടദ്യുമ്നനെ കൊന്നുവെന്നറിയിക്കണമെന്നും പറഞ്ഞു.
പിന്നെ പാണ്ഡവപക്ഷത്തിൽ പാണ്ഡവരും ശ്രീകൃഷ്ണനും സത്യകിയുമാകുന്ന 7 ആളുകൾ മാത്രമേ ബാക്കിയുള്ളൂവെന്നും മറ്റുള്ളവരെയെല്ലാം കൊന്നു കഴിഞ്ഞുവെന്നും പറഞ്ഞു. അങ്ങനെ 11ഉം 7ഉം കൂടി 18 അക്ഷൗഹിണി പടയോടുകൂടി ആരംഭിച്ച യുദ്ധം 18 ദിവസം കൊണ്ട് പാണ്ഡവരിൽ 7ഉം കൗരവരിൽ തങ്ങളാകുന്ന 3 പേരും കൂടി 10 പേർ മാത്രം ബാക്കിയായി അവസാനിച്ചിരിക്കുന്നുവെന്നും മഹാരാജാവിനെ അറിയിച്ചു. പാഞ്ചാലരും പാഞ്ചാലി പുത്രന്മാരും അടക്കം പാണ്ഡവപ്പട മുഴുവൻ നശിച്ചുവെന്നറിഞ്ഞ ദുര്യോധനൻ വളരെ സന്തോഷിച്ചു. അദ്ദേഹം അശ്വത്ഥാമാവിനെയും കൂട്ടരെയും വളരെയധികം അഭിനന്ദിക്കുകയും പുകഴ്ത്തുകയും ചെയ്തു. അങ്ങനെ അവരെ അനുമോദിച്ചുകൊണ്ട് സന്തുഷ്ടനായി കൗരവ ചക്രവർത്തിയായ ദുര്യോധനൻ ശരീരം വിട്ടു. ദ്രൗണിയും കൃപനും കൃതവർമാവും അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പുലുകിയ ശേഷം തേരിൽ കയറി മടങ്ങുകയും ചെയ്തു. സഞ്ജയൻ പറയുകയാണ്, മഹാരാജാവേ, അങ്ങയുടെ ഒരാളുടെ ദുർനയം കൊണ്ട് മാത്രമാണ് ഇത്രയും അനിഷ്ടങ്ങളൊക്കെ സംഭവിച്ചത്. അങ്ങയുടെ പുത്രന്മാരൊക്കെ മരിച്ചു എന്ന് മാത്രമല്ല, രാജ്യത്തിനൊട്ടാകെ തന്നെയും വൻപിച്ച നാശമാണുണ്ടായത്. നേരത്തെ തന്നെ അങ്ങ് കരുതിയിരുന്നുവെങ്കിൽ ഈ അനിഷ്ട സംഭവത്തെ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഈശ്വരന്റെ ഇച്ഛ അതായിരിക്കാം അങ്ങേക്ക് സൽബുദ്ധി ഉദിക്കാതിരുന്നത്. അങ്ങയുടെ പുത്രൻ ശരീരത്തെ വിട്ടുപോയതോടുകൂടി വ്യാസാചാര്യൻ എനിക്ക് അനുഗ്രഹിച്ചു തന്ന ദിവ്യദൃഷ്ടിയും നഷ്ടപ്പെട്ടു. പ്രഭാതത്തിൽ അശ്വത്ഥാമാവ് പറഞ്ഞാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ അറിഞ്ഞത്. പിന്നെ താമസിക്കാതെ ഞാൻ അരമനയിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നിങ്ങനെ പുത്രമരണത്തെ കേട്ട ധൃതരാഷ്ട്ര മഹാരാജാവ് വളരെ സമയം ദീർഘശ്വാസം വിട്ടുകൊണ്ടും ചിന്താവിഷ്ടനായും മൗനിയായിരുന്നു. ഇങ്ങനെ ധൃതരാഷ്ട്ര സഞ്ജയ സംവാദ സ്വരൂപേണ മഹാഭാരത യുദ്ധത്തെ മുഴുവൻ കീർത്തിച്ച് പറഞ്ഞ ശേഷം ബാക്കി കഥാഭാഗങ്ങളെയും വൈശമ്പായനൻ ജനമേജയ മഹാരാജാവിനോട് പറയാൻ തുടങ്ങി. ജനമേജയ, കേൾക്കൂ. ദ്രൗണിയുടെ നീചമായ പരാക്രമം കൊണ്ട് പ്രഭാതത്തിന് മുമ്പ് പാണ്ഡവ ശിബിരത്തിലുള്ളവരെല്ലാം കൊല്ലപ്പെട്ടുവെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഒരാൾ മാത്രം അതിൽ നിന്നും രക്ഷപ്പെട്ടു. പുറത്തേക്ക് ഓടിപ്പോകുന്നവരെയൊക്കെ വാതിൽക്കൽ വെച്ച് കൃപനും കൃതവർമാവും കൂടി കൊന്നുവെങ്കിലും അതിനിടയിലൂടെ ആരും കാണാതെ ഒരാൾ മാത്രം എങ്ങനെയോ പുറത്തേക്ക് ചാടി ഇരുട്ടിൽ കൂടെ കാട്ടിൽ കയറി രക്ഷപ്പെട്ടു. ദൃഷ്ടദ്യുമ്നന്റെ തേരാളിക്കാണ് അതിനുള്ള ഭാഗ്യമുണ്ടായത്. പ്രഭാതം വരെ അയാൾ കാട്ടിൽ തന്നെ ഏകനായി ഭയപ്പെട്ടുകൊണ്ട് കഴിച്ചുകൂട്ടി. പ്രഭാതമായപ്പോൾ വല്ലവരും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി ശിബിരത്തിൽ വന്നു നോക്കി. താനൊഴിച്ച് ഒരാളും ബാക്കിയായിട്ടില്ലെന്ന് അയാൾക്ക് ബോധ്യമായി. അയാളാണ് പ്രഭാതത്തിൽ ആദ്യം തന്നെ യുധിഷ്ഠിര മഹാരാജാവിനടുക്കൽ ചെന്ന് വർത്തമാനങ്ങളെയൊക്കെ അറിയിച്ചത്. പാണ്ഡവപുത്രന്മാരും പാഞ്ചാലരും മുഴുവൻ മരിച്ചുവെന്ന് കേട്ട യുധിഷ്ഠിരൻ പെട്ടെന്ന് മോഹാലസ്യപ്പെട്ടു വീണു. പെട്ടെന്ന് സത്യകി പിടിച്ചതുകൊണ്ട് അദ്ദേഹം തറയിൽ വീണില്ല. ഭീമാർജുനന്മാരും വർത്തമാനം കേട്ടപ്പോൾ വല്ലാതെ ആർത്തരായി. വളരെ സമയം ശീതോപചാരങ്ങൾ ചെയ്തതിന്റെ ഫലമായി കുറെ കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ഉണർന്നു. അദ്ദേഹം പലതും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ആരൊക്കെ എത്രയൊക്കെ സമാധാനിപ്പിച്ചിട്ടും അദ്ദേഹത്തിന് സമാധാനമുണ്ടായില്ല. വളരെ സാഹസപ്പെട്ട് ശത്രുക്കളെയൊക്കെ കൊന്നൊടുക്കി തങ്ങൾ ജയിച്ചിട്ടും ഫലം പരാജയമായി തീർന്നുവല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ മുഖ്യമായ ആവലാതി. ഇപ്പോൾ തോറ്റവരും ജയിച്ചവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരുപക്ഷെ തോറ്റവർക്കാണ് വിജയത്തിന്റെ അനുഭവമെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. മനുഷ്യൻ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ ചെയ്താലും ദൈവം തന്നെയാണ് വലുത്. സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. കൂടാതെ പാഞ്ചാലി എങ്ങനെ ഈ ദുഃഖത്തെ സഹിക്കും? വൃദ്ധനായ അച്ഛനും സഹോദരന്മാരും അവരുടെ മക്കളും സ്വന്തം മക്കളും ബന്ധുജനങ്ങളുമൊക്കെ മരിച്ചുവെന്നറിയുമ്പോൾ അവൾ എന്തു ചെയ്യും? സുഖിക്കേണ്ടവളായ ആ പതിവ്രത ഈ വൻപിച്ച ദുഃഖത്തെ എങ്ങനെ പൊറുക്കും? എന്നിങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് വളരെ നേരം വിലപിച്ചു യുധിഷ്ഠിരൻ. അനന്തരം നകുലനോട് പാഞ്ചാലിയെ വിവരമറിയിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഭീമൻ, സത്യകി തുടങ്ങിയവരോടുകൂടി ശിബിരത്തിലേക്ക് പോയി. അവിടെ വന്ന് നോക്കിയ പാണ്ഡവരും സത്യകിയും അത്ഭുതകരവുമെന്നാൽ ഭയാനകവുമായ കാഴ്ചയാണ് കണ്ടത്. പാഞ്ചാലരെല്ലാം മരിച്ചു കിടക്കുന്നു. പാഞ്ചാലി പുത്രന്മാരും മരിച്ചു കിടക്കുന്നു. ആയിരക്കണക്കിൽ ഭടന്മാരും രാജാക്കന്മാരും അസംഖ്യം ആനകളും കുതിരകളുമെല്ലാം അതുപോലെ വീണ് കിടക്കുന്നു. ചിലരുടെ കണ്ഠമാണെങ്കിൽ മറ്റു ചിലരുടെ ഹൃദയമാണ് മുറിഞ്ഞിരിക്കുന്നത്. എല്ലാവരും വിചിത്രമായ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. നിരാശ കൊണ്ടും ദുഃഖം കൊണ്ടും ആർത്തനായി യുധിഷ്ഠിര മഹാരാജാവ്. അങ്ങനെ അല്പസമയം അതെല്ലാം നോക്കി നടന്നപ്പോഴേക്ക് നകുലനും പാഞ്ചാലിയും കൂടി അവിടെ എത്തി. തൻ്റെ പുത്രന്മാരുടെ ശവം കണ്ടതോടെ കൃഷ്ണാദേവി മോഹാലസ്യപ്പെട്ടു വീണു. അപ്പോഴേക്ക് ഭീമസേനൻ പിടിച്ചു കിടത്തി. ശീതോപചാരങ്ങളെ കൊണ്ട് കുറെ കഴിഞ്ഞപ്പോൾ ഉണർന്ന് കൺമിഴിച്ചതോടെ
പലതും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അങ്ങേക്ക് നിഷ്കണ്ടകമായ രാജ്യം കിട്ടി, ഇനി ഇഷ്ടം പോലെ അനുഭവിക്കാം. എന്നാൽ എൻ്റെ പുത്രശോകം എന്നാണ് അവസാനിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് യുധിഷ്ഠിരൻ്റെ കാൽക്കൽ വീണുരുണ്ട് നിലവിളിച്ച ശേഷം ഉടനെ തന്നെ തൻ്റെ പുത്രഘാതിയായ അശ്വത്ഥാമാവിനെ കൊല്ലണം, ഇല്ലെങ്കിൽ താൻ പ്രായോപവേശം ചെയ്ത് മരിക്കുമെന്ന് പറഞ്ഞ് ഭൂമിയിൽ പതിഞ്ഞിരുന്നു. യുധിഷ്ഠിരൻ എന്തു ചെയ്യണമെന്നറിയാതെ വിഷണ്ണനായി. പല സമാധാന വാക്കുകളും പറഞ്ഞു നോക്കി. അതുകൊണ്ടൊന്നും പാഞ്ചാലിയുടെ ദുഃഖം അടങ്ങിയില്ല. തൻ്റെ ആവശ്യത്തിന് യുധിഷ്ഠിരൻ തക്ക മറുപടിയൊന്നും പറഞ്ഞില്ലെന്ന് കണ്ടപ്പോൾ പാഞ്ചാലി ഭീമസേനനോട് ആവലാതിപ്പെടാൻ തുടങ്ങി. അങ്ങാണല്ലോ പാണ്ഡവരുടെ രക്ഷിതാവായിട്ടിരിക്കുന്നത്. ഇതുവരെ നേരിട്ട ആപത്തുകളിൽ നിന്നൊക്കെയും പാണ്ഡുപുത്രന്മാരെയും എന്നെയും രക്ഷിച്ചത് അങ്ങാണ്. അങ്ങേക്ക് എന്തിനും കഴിവുണ്ട്. ആ സ്ഥിതിക്കിപ്പോഴും ഞാൻ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വേഗത്തിൽ അശ്വത്ഥാമാവിനെ കൊല്ലണം. ദ്രോണപുത്രൻ എവിടെയോ പോയി കഴിഞ്ഞു. ഇനി അയാളെ തിരഞ്ഞ് കണ്ടെത്തിയാൽ തന്നെ വളരെ ദൂരത്ത് വച്ചായിരിക്കും അത് സംഭവിക്കുന്നത്. അങ്ങനെ കൊന്നുകഴിഞ്ഞാലും എങ്ങനെ കാണും എന്ന് ചോദിച്ചു ഭീമസേനൻ. അപ്പോൾ പാഞ്ചാലി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ശിരസിൽ ജന്മനാ തന്നെ ഒരു രത്നമുണ്ട്, അതെടുത്തുകൊണ്ട് വന്ന് തന്നാൽ മതി എന്ന്. ഉടനെ ഭീമസേനൻ ആയുധങ്ങളൊക്കെ എടുത്ത് തേരിൽ വെച്ചു. നകുലൻ തേരു തെളിക്കാൻ സന്നദ്ധനായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ദ്രോണപുത്രനെ അന്വേഷിച്ചുകൊണ്ട് വായുവേഗത്തിൽ തേരോടിച്ചു പോയി. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.